ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാന സംഭവമായ വില്ലുവണ്ടി സമരത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തിരുവിതാംകൂറിലെ തെരുവുകൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. ജാതി വ്യവസ്ഥയുടെ ഇരുമ്പുമറകൾ മനുഷ്യരെ വേർതിരിച്ചിരുന്ന കാലം. സവർണർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുവാദമുള്ള പൊതുവഴികളിലൂടെ നടക്കാൻ പോലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ചെരുപ്പിടാനോ നല്ല വസ്ത്രം ധരിക്കാനോ അനുവാദമില്ലാത്ത ആ കാലത്താണ് 6 അടി ഉയരമുള്ള വീതിയുള്ള ചുമലുകളുള്ള ഒരു യുവാവ് ചരിത്രം മാറ്റിക്കുറിക്കാൻ തീരുമാനിക്കുന്നത്. ആ വ്യക്തിയാണ് അയ്യങ്കാളി. ഇനി സമരത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാം. 1893 ഒരു പ്രഭാതം. ബാലരാമപുരത്തെ ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ ദൂരെ നിന്നും ഒരു മണിക്കിലുക്കം കേട്ടു. ആളുകൾ കൗതുകത്തോടെ നോക്കി. അതൊരു വില്ലുവണ്ടിയായിരുന്നു. അക്കാലത്ത് വില്ലുവണ്ടി എന്നത് ഇന്നത്തെ ലക്ഷറി കാർ പോലെയാണ്. പ്രഭുക്കന്മാർക്കും സവർണർക്കും മാത്രം അവകാശപ്പെട്ട ഒരു വാഹനം. അതാ വരുന്നു വെളുത്ത വസ്ത്രവും തലപ്പാവും അണിഞ്ഞ് കഴുത്തിൽ മണിമാലകൾ ചാർത്തിയ 2 കരുത്തുറ്റ കാളകൾ വലിക്കുന്ന വില്ലുവണ്ടി. വണ്ടി തെളിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അയ്യങ്കാളി. പൊതുവഴിയിൽ സവർണർക്ക് മാത്രം അനുവദനീയമായ വേഷവിധാനങ്ങളോടെ അവർക്ക് മാത്രം അവകാശപ്പെട്ട വണ്ടിയിൽ ഒരു ദളിതൻ വരുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാനായില്ല. ചിലർ തടയാൻ ശ്രമിച്ചു, ചിലർ അസഭ്യം പറഞ്ഞു. ബാലരാമപുരത്തെ ചാലിയ തെരുവിൽ വെച്ച് വണ്ടി തടയാൻ ഒരു കൂട്ടം ആളുകൾ മുതിർന്നു. ഭയന്നു പിന്മാറുന്നതിന് പകരം അയ്യങ്കാളി ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂർച്ചയുള്ള മടവാൾ പുറത്തെടുത്തു. "വഴി മാറിക്കൊടുക്കൂ, ഈ വഴി എൻ്റേതു കൂടിയാണ്." സിംഹഗർജനം പോലെ ആ ശബ്ദം അവിടെ മുഴങ്ങിക്കാണും. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ എതിർത്തവർ പതറിപ്പോയി. അയ്യങ്കാളി തൻ്റെ വില്ലുവണ്ടിയിൽ ആ തെരുവിലൂടെ സധൈര്യം മുന്നോട്ട് നീങ്ങി. ഈ സമരമാണ് പിന്നീട് വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെട്ടത്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി കേവലം ഒരു തെരുവിലൂടെയല്ല ഓടിയത്, മറിച്ച് നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന ഒരു ജനതയുടെ മനസാക്ഷിയിലൂടെയായിരുന്നു. ഈ സമരത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. അവകാശങ്ങൾ ആരും വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടില്ല, അത് പോരാടി തന്നെ നേടണം. എങ്ങനെയുണ്ട് ഇന്നത്തെ കഥ? എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ചരിത്ര സംഭവവുമായി വീണ്ടും കാണാം.